ബാംഗ്ലൂരിലുള്ളത്. എന്നും കാണുന്ന ഫ്രെയിമിന് പകരമായിട്ട് നമ്മളൊരു വെറൈറ്റി ഫ്രെയിമിലോട്ട് വന്നിരിക്കുകയാണ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ ഓപ്പണിങ്ങിനെ കുറിച്ച്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബാംഗ്ലൂർ സിറ്റി ഒന്ന് കവർ ചെയ്ത് കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. നമ്മൾ നാളെ ബാംഗ്ലൂരിൽ ബ്രോക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ഇന്ന് ഈവനിങ് എല്ലാവരും എത്തി. ഇനാഗുറേഷൻ നമ്മൾ തന്നെയാണ്, വേറെ സ്പെഷ്യൽ ഗസ്റ്റ് ഒന്നുമില്ല. നമ്മൾ ചെറിയൊരു സ്റ്റാർട്ടാണല്ലോ ബാംഗ്ലൂരിൽ. എപ്പോഴും നമ്മളൊരു സിറ്റിയിലോട്ട് കടന്നു വരുമ്പോൾ ചെറിയൊരു സ്റ്റാർട്ടിലാണ് തുടങ്ങാറ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ ചെറിയൊരു സ്റ്റാർട്ടാണ്. നമ്മൾ തുടങ്ങുന്നത് വളരെ സ്ലോയിലും പിന്നെ ഇങ്ങോട്ട് പറക്കുകയാണ് ചെയ്യുക. ബാംഗ്ലൂർ നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ബാംഗ്ലൂർ നമുക്കറിയാലോ, ഒരു ഇന്ത്യയുടെ ഒരു സിലിക്കൺ വാലി എന്നൊക്കെ പറഞ്ഞ മാതിരി ഇന്ത്യയുടെ ഒരു IT ഹബ്ബാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പിള്ളേർ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റീസ്, വേറെ കുറേ കാര്യങ്ങൾ കിട്ടാനുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലും ബാംഗ്ലൂരും വന്ന് നിൽക്കണമെന്നുള്ള ഒരു ഡിഫറൻസ് എന്തായാലും, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ടെക്കിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ വീക്കെൻഡ് നമുക്ക് ഇവന്റ്സുകളോ അല്ലെങ്കിൽ ടെക് ഇവന്റ്സും മറ്റു കാര്യങ്ങളൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ വീക്കെൻഡ് ബോറടിച്ചോ ടെക് ഇവന്റുകൾ തന്നെ ഉണ്ട് കുറേ പോലെ. അപ്പോൾ എന്താ വെച്ചാൽ ടെക്കീസുള്ള കണക്ഷൻ, കുറെ നെറ്റ്വർക്കിംഗ്, നമുക്ക് എന്താ പറയാ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഹാക്കത്തോൺസിൽ പങ്കെടുക്കാം. ഇത് കണ്ടിന്യൂസ് ആണ്. ഇപ്പൊ തന്നെ നമ്മൾക്ക് ഹോട്ടലിന്റെ അവിടെയൊക്കെ ഇവന്റുകളാണ്. അപ്പൊ ആ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ്. അപ്പൊ ഈ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഹബിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി കിട്ടും. പിന്നെ വേറെ കാര്യം വെച്ചാൽ, ഇപ്പൊ വീട്ടിൽ നിന്ന് മാറിക്കുന്ന കേസ് ഉണ്ടല്ലോ, പലരും വീട്ടിൽ നിന്ന് മാറിക്കാൻ പേടിച്ചയ്യോ. ഇപ്പൊ കോഴിക്കോട് ഏരിയയിലുള്ള കുട്ടികളാണ്, കോഴിക്കോട് മാത്രം ഹബിലൊന്ന് പഠിക്കാൻ നോക്കുകയാണ്. നമ്മുടെ ബ്രോക്കാമ്പിന്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ പറഞ്ഞ വെച്ചാൽ ഇച്ചിരി ഡെഡിക്കേറ്റ് ആയിട്ട് ഇച്ചിരി വീട്ടിൽ നിന്ന് മാറി ഒരു 6 മാസം ഡേ നൈറ്റ് വർക്കൗട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു കേസ് നോക്കുമ്പോൾ ബാംഗ്ലൂരിൽ മാറി നോക്കുമ്പോഴല്ലോ വീട്ടുകാർ നടത്തില്ല, ഫുൾ ടൈം വർക്കിലോട്ട് മാറും. എല്ലാവരും എനിക്ക് ബാംഗ്ലൂർ വരുമ്പോൾ കുട്ടികളെ എന്റർടൈൻമെന്റ് ലൈഫിലോട്ട് പോകും. പക്ഷെ എനിക്ക് ഇവിടെ വരുമ്പോൾ എക്സ്പ്രഷൻ കൂടുക, വർക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുക, കണക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുക, ഉള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ഇത് എല്ലാവരും ഒരു പേടി എന്താ പറയുക, ബാംഗ്ലൂർ ഭയങ്കര എക്സ്പെൻസ് ആണ്. പക്ഷെ ബാംഗ്ലൂർ 2 ടൈപ്പ് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റും. എക്സ്പെൻസീവ് ആയിട്ട്, അതായത് എക്സ്പെൻസീവ് ആയിട്ടും ജീവിക്കുക, അല്ലാതെ ഇതും ജീവിക്കുക. 2 പോസിബിൾ ആണ്. അതായത് അങ്ങനത്തെ പലതരം ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ ഇന്ദിരാനഗറിൽ ജീവിക്കുകയാണ് നല്ല എക്സ്പെൻസീവ് ആണ്. എന്നാൽ HSR ഇപ്പോൾ എക്സ്പെൻസീവായി വരുന്നുണ്ട്. പക്ഷെ അതിന് വേറെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ HSR ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത്ര എക്സ്പെൻസീവ് അല്ല. എന്തുകൊണ്ടാണ് HSR ഒരു പ്രത്യേകം ഒരു ഏരിയ എടുത്തിരിക്കുന്നത്? അതായത് എക്സ്പെൻസീവ് അല്ലാത്തൊരു ഏരിയക്കുമ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കുമ്പോൾ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പ്രിഫറൻസിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേ മറ്റു കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ അതേ എക്സ്പെൻസ് തന്നെ ഇവിടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ കിട്ടാനാണ്. ഈ HSRന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ, ഇപ്പോൾ HSRൽ ഒരുപാട് സ്റ്റാർട്ടപ്സ്, ഇപ്പോൾ ബൈജൂസിൻ്റെ ഓഫീസ്, വേദാന്തൻ്റെ ഓഫീസ് ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ ടെക് പ്ലാറ്റ്ഫോംസ്, കുറേ സ്റ്റാർട്ടപ്പുകളുടെ ഒരു ഏരിയ മാറിക്കൊണ്ടിരിക്കുകയാണ് HSR. നമുക്കിപ്പോൾ ബ്രോക്യാമ്പിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് സ്റ്റാർട്ടപ്സുകളിലും ഒക്കെ കണക്ട് ചെയ്ത് ഇന്റർവ്യൂസിനും കുറേ കാര്യങ്ങൾ നോക്കണ്ട. ഈവൻ ഞങ്ങൾ പ്ലേസ്മെന്റ് ടീം അടക്കം HSRലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്സിനെ കൂടെ കണക്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തിലൊക്കെയാണ് HSR ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് ഇപ്പോൾ നിൽക്കുന്നത്. Hi. What do you do for a living? Actually, we are helping people to learn. We are making some new education model in all over India. That is a different magic that you can see from through our Brototype channel. So as you can see, ഇതാണ് നമ്മുടെ പുതിയ ബാംഗ്ലൂരിലെ ഓഫീസ്. ഏകദേശം 70 സ്റ്റുഡൻസിന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മളിന്ന് പ്രോട്ടോടൈപ്പിന്റെ 4ാമത്തെ ഹബ്ബ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് പുറത്ത് ബാംഗ്ലൂർ ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ അസൽ ഹബ്ബ് ടെക് പാർക്ക് ബാംഗ്ലൂർ, അവരുടെ ടീമിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ലിജി ആൻഡ് സാനിയ സപ്പോർട്ട് വെരി വെൽ. Brototype officially is in Bangalore now. Welcome. ഹരീഷ് ജി, നിക്ക് ജി, നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ഹാരിഷ് ബ്രോ ആണ് നമ്മുടെ ബ്രോക്യാമ്പിന്റെ പ്ലേസ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഹൗ ഡു യു പ്ലേസ് സ്റ്റുഡൻസ് അറ്റ് ബ്രോക്യാമ്പ്? അറിയില്ല, ഇത് ഞങ്ങളുടെ സീക്രട്ട് ആണ്. എന്താന്ന് വെച്ചാൽ 6 മാസം കഴിയുമ്പോഴത്തേനും അവർ ഭയങ്കര സ്കിൽഡ് ആയിരിക്കും. ആ സ്കില്ല് വെച്ച് നമ്മൾ അത് കമ്പനീനെ പിച്ച് ചെയ്യും. കമ്പനി പറയാൻ നമുക്ക് ആ സ്റ്റുഡൻസ് വേണം. കുറേ കമ്പനികൾ ഇപ്പം ലൈനിൽ നിൽക്കുക. ഞങ്ങളാ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്, നിങ്ങൾ നിൽക്കൂ, ഓൾ കോഴ്സ് ഒന്ന് ഫിനിഷ് ചെയ്ത് ഇറങ്ങട്ടെ. അതാണ് ഞങ്ങളുടെ സീക്രട്സ്. ബിക്കോസ് ഓൾ ദ കാൻഡിഡേറ്റ്സ് ആർ എക്സ്ട്രീംലി സ്കിൽഡ്.
വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റുഡൻസ്. നിഖിൽ സാറിന്റെ ലാസ്റ്റ് സെഷൻ ആണ്. ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ വർക്ക്ഷോപ്പ് കഴിയുന്നതോടെ സ്റ്റുഡൻസിന്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നല്ല നല്ല മൊഡ്യൂളുകളാണ്. മണി മേക്കിംഗ് ആണ് ഇഷ്ടപ്പെട്ട മൊഡ്യൂൾ. ഇതിന് പോയി കഴിഞ്ഞാൽ എനിക്ക് വിഷമമൊന്നുമില്ല, വർക്ക്ഷോപ്പ് കിട്ടി. ഞാൻ ഒരുപാട് കാലത്തിന് മുന്നേ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. IT ഫീൽഡിൽ എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കണം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിലപ്പോൾ ക്യാഷ് അയക്കാൻ പോകുമ്പോൾ അവിടെ കമ്പ്യൂട്ടറിൽ അവർ നോക്കാതെ ടൈപ്പ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം എനിക്ക് അതേപോലെ ചെയ്യണം. ടൈപ്പിംഗ് പഠിക്കുന്നതും എക്സൽ പഠിക്കുന്നതും എല്ലാം സ്വന്തം യൂട്യൂബിൽ നിന്ന് ഞാൻ പഠിച്ചു. എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമാണ്. എന്തായാലും മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുക. 18 മണിക്കൂർ ഭക്ഷണം കഴിക്കാണ്ട് പണിയെടുത്ത ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പം തന്നിരിക്കുന്ന ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോൺ. എന്നിട്ട് നമുക്കൊരു കൂടുതൽ എഫോർട്ട് ചെയ്ത് അതിൻ്റെ മാക്സിമം ഈൽഡ് എടുക്കാനായിട്ട് പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. വിശ്വാസമല്ല, ചെയ്യും. നമ്മുടെ 3 ദിവസത്തെ വർക്ക്ഷോപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ബാംഗ്ലൂർ ബാച്ച് നമ്മളിപ്പോൾ കണ്ടില്ലേ, 60 പേരുടെ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ തുടക്കത്തിൽ 50ഓളം പേരാണ് വന്നിട്ടുള്ള ബാച്ചിൽ. നമ്മൾ ഇന്ന് 50 പേരെ വെച്ച് തുടങ്ങി. നമ്മൾ 2 വർഷം മുന്നേ കാലിക്കറ്റ് തുടങ്ങുമ്പോൾ 15 പേരാണ്. ഇന്ന് കാലിക്കറ്റ് പഠിക്കുന്നവരും അഡ്മിഷൻ എടുക്കാതിരിക്കുന്നവരും കൂട്ടി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരായി. ഞാൻ കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ചെറുത് നമ്പറിൽ വന്നു, പിന്നെ വലിയ നമ്പറായിട്ട് മാറി. ഇവിടെ നമ്മളൊരു 50 പേരെ വെച്ചാൽ തുടങ്ങിയിട്ടുള്ളത്. വെരി സൂൺ ഈ വർഷം തന്നെ ഞങ്ങളിവിടെ 1000 പേരുടെ വലിയൊരു ഹബ്ബ് നമ്മൾ ബാംഗ്ലൂരിൽ സെറ്റ് ചെയ്യും. ഇതൊരു തുടക്കം മാത്രം. ഇപ്പൊ നമ്മൾ ബാംഗ്ലൂരിലെത്തി. ഇനി ഇന്ത്യയുടെ നോർത്തിലെ പല സിറ്റീസിലൂടെ നമുക്ക് പോകാനുണ്ട്. നമ്മൾ അതിനുള്ള വർക്കിലോട്ട് മൂവ് ചെയ്യാണ്. ഇവരിതാ നേരെ ഫുമിഗേഷൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്.